that is our motherland, this country that teaches us how to overcome anger with love, how to transform suffering into compassion, and how to pluck the stars of hope from the darkest of nights. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ജീവിതം നൽകിയ നമ്മുടെ രാജ്യമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മറികടന്ന് അതിനെ അനുകമ്പയാക്കി മാറ്റുന്നത്, ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ രാജ്യമാണ്. ഏറ്റവും ഇരുണ്ട രാത്രികളിൽ നിന്നും ആകാശത്ത് തിളക്കമുള്ള പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളെ പറിച്ചെടുക്കാൻ, ഇളക്കിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ എന്ന രാജ്യമാണ്. Our country that has made us proud for its foundation of incomparable spirituality, its unbreakable resilience, its unfailing enterprise, and its immense ability to embrace diversity and thrive in it. നമ്മുടെ രാജ്യം നമ്മളെ അഭിമാനപുളകിതരാക്കുന്നു. രാജ്യത്തിന്റെ മറ്റൊരു രാജ്യവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആത്മീയത, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനുള്ള നമ്മുടെ കഴിവ്, ഒരിക്കലും പരാജയപ്പെടാത്ത നമ്മുടെ പരിശ്രമം, ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്തെ മഹത്തരമാക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ വൈവിധ്യങ്ങളെ ആലിംഗനം ചെയ്യാനുള്ള കഴിവും ഇതും ഇന്ത്യയെക്കുറിച്ച് നമ്മളെ വളരെയധികം അഭിമാനമുള്ളവരാക്കുന്നു. Yet these very foundations of our nationhood stand at the threshold of destruction today. പക്ഷേ നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ, നമ്മുടെ ദേശത്തിന്റെ അടിത്തറയായ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ നാശത്തിന്റെ വാതിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. I know that some would say that this is not so, that in fact a new India is emerging, one that has developed a new identity and a new found pride and self-assertion. And to them I would like to say that if they are right, then we must all embrace the will of the nation and accept the new, even as it emerges from the ashes of the old. പക്ഷേ ഈ രാജ്യം നാശത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ചിലർ പറയും, അല്ല, ഒരു പുതിയ ഇന്ത്യ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആത്മവിശ്വാസമുള്ള സ്വയം ഉറപ്പുള്ള ഒരു ഇന്ത്യ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിലർ പറയും. പക്ഷേ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഇന്ന് ഉത്ഭവിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But let us first be clear about what we are accepting. ഇന്ന് പുതിയ ഇന്ത്യ ഉത്ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് സ്വീകരിക്കുന്നത്, എന്തിനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. Let us understand what the consequences of this acceptance are, and let us not be in any confusion over what this new nation that is being sold to us so vociferously stands for. ഇന്ന് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരാശയക്കുഴപ്പവുമില്ലാതെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഇന്ത്യ എന്താണ്, ഈ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. In this new nation, force asserts itself over righteousness. Laws are enacted bypassing the process of democracy and enforced upon people against their will. ഈ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നന്മയേക്കാൾ ഉപരി ബലത്തിനാണ് പ്രാധാന്യം. ജനങ്ങളുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട്, ജനാധിപത്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ പുതിയ ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. Lakhs and lakhs of farmers from across India protest for months against laws that are thrust upon them. Some of them die, some lose their sons, others are beaten and humiliated, called terrorists, anti-national, yet they continue their peaceful protest. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ദിവസങ്ങളോളം നമ്മുടെ തെരുവുകൾ പൊരുതുകയുണ്ടായി. അവരിൽ കുറച്ചുപേർ മരിച്ചു, അവരുടെ മക്കൾ മരിച്ചു. പക്ഷേ അവരെ ദേശദ്രോഹികളെന്നും ഭീകരവാദികളും വിളിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്തത്. In this new nation, their voices remain unheard until the government is compelled to repeal the laws due to an upcoming election. ഒരു ഇലക്ഷന് മുന്നോടിയായി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ കർഷകരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ, അവരുടെ ശബ്ദം കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. In this new nation, an entire state is locked down without internet and phone services for months. Democracy is suspended for 9 million people as the government and the media celebrate. ഈ പുതിയ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് ഇവിടെ തൽക്കാലത്തേക്ക് ജനാധിപത്യത്തെ പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. 9 മാസത്തേക്ക് അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 9 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ജനാധിപത്യത്തെ എടുത്തു മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ചെയ്യുന്നത്. Thousands go on hunger strike to demand their rights in Ladakh.
They protest against Chinese encroachment on Indian land, but the government says nothing. ലഡാക്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു. ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ, കൈയേറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇതിനൊന്നും പ്രതികരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. In this new nation, the Prime Minister's men speak haughtily about changing the constitution that was written with the blood of our freedom fighters and our martyrs. നമ്മുടെ രക്തസാക്ഷികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തം കൊണ്ട് എഴുതിയ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുടെ ആളുകൾ അഹങ്കാരത്തോടു കൂടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. They treat the Constitution of India that upholds our rights of liberty, equality and brotherhood as an instrument of their own greed and ambition, as if it is a piece of paper worth nothing. നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും തുല്യതയും എല്ലാം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അവരുടെ അത്യാഗ്രഹത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണത്തിനായി മാത്രം കാണുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ഒരു വെറും കടലാസ് കഷ്ണമായി മാത്രമാണ് ഈ ഗവൺമെന്റ് കാണുന്നത്. They seek to deprive Indian citizens of the laws that protect their rights and to weaken their participation in democracy. ഇന്ത്യൻ ജനങ്ങളുടെ നിയമങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തത്തെ ദുർബലമാക്കുവാനും വേണ്ടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. This is the new India we are accepting today. ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. In this new nation, voices of dissent are silenced. ഈ പുതിയ രാജ്യത്തിൽ എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തുകയാണ്, നിശബ്ദമാക്കുകയാണ്. Like thugs who oppress those who raise their heads in protest, the government harasses, accuses and imprisons those who dares to speak against them. അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എങ്ങനെയാണോ കൊള്ളക്കാർ അടിച്ചമർത്തുന്നത്, അതുപോലെ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്നവരെ അധിക്ഷേപിക്കുന്നു, അവരെ വേട്ടയാടുന്നു, അവരെ തടവിലാക്കുന്നു, അതുപോലെ തന്നെ അവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്നു. Students are arrested for expressing their opinion. Activists are raided and jailed. Journalists are sacked, beaten and imprisoned for reporting the truth. And much of the media is controlled by collaborators of a government that believes in false propaganda, silence and oppression. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ ജയിലിലടക്കുകയാണ്, ആക്ടിവിസ്റ്റുകളെ, പ്രവർത്തകരെ ജയിലിലടക്കുകയാണ്, ജേർണലിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഗവൺമെന്റ്. അതുപോലെ തന്നെ വ്യാജ പ്രചരണത്തിലൂടെ ഗവൺമെന്റ് സഹായിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം ചേർക്കുന്ന കുറച്ചുപേരെ മാത്രമാണ് ഗവൺമെന്റ് സഹായിക്കുന്നത്. Opposition leaders are imprisoned and expelled from parliament with impunity. Government agencies that are meant to protect the law are turned into unlawful extortionists and used to silence dissent. പ്രതിപക്ഷ നേതാക്കളെയെല്ലാം പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയോ തടവിലാക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗവൺമെന്റ് ഏജൻസികളെ, നിയമപരമായ ഗവൺമെന്റ് ഏജൻസികളെ നിയമവിരുദ്ധമായ കൊള്ള സംഘങ്ങളാക്കി കൊള്ളക്കാരായി മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. This is the new India we are accepting today. നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഇന്ത്യയാണ്. In this new nation, uniformity of culture, religion and language is imposed and diversity is stamped out for political gain. ഈ പുതിയ രാജ്യത്ത് ഏകരൂപത്തിലുള്ള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതങ്ങളുടെയും എല്ലാം ഏകരൂപം നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തുടച്ചു നീക്കുകയും ചെയ്യുകയാണ്. Laws like the CAA are passed in order to segregate and fracture society. Students are attacked in the temples of their learning. Warring tribes massacre each other in the northeast while the government turns away simply because it brings political benefit to do so. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതിനും വെള്ളൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. നോർത്ത് ഈസ്റ്റിൽ കുട്ടികളെ, വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന സ്ഥലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്. ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. In this new nation, our history is rewritten. We are told what to wear, which language to speak, which gods to revere, and whole sections of society are singled out as traitors. This is the new India we are accepting today.
ഈ പുതിയ ഇന്ത്യയിൽ നമ്മുടെ ചരിത്രം അവർ തിരുത്തി എഴുതുകയാണ്. നമ്മളോട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പറയുകയാണ്, ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ അവർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. My sisters, in this new nation, those in power tell women what to wear. They propagate laws that demand women's movements to be registered with the police, and they claim the right to decide whom women can love and whom they can marry. ഈ പുതിയ ഇന്ത്യയിൽ സ്ത്രീകളോട് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പറയുന്നത് എന്ത് ധരിക്കണം. വിമൻസ് മൂവ്മെന്റ്, സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അത് ഗവൺമെന്റിനോട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു. ആരെ പ്രണയിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നെല്ലാം ഈ പുതിയ ഇന്ത്യയിൽ അവരാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The government protects rapists and defends the oppressors and abusers of women. They vilify victims of heinous crimes, using the entire strength of their administrations to question the characters of victims of abuse. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവരെ, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നവരെ ഗവൺമെന്റ് യാതൊരു പ്രശ്നവുമില്ലാതെ സംരക്ഷിക്കുകയാണ്. അതുപോലെ ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീകളെ അവരുടെ എല്ലാ സംവിധാനങ്ങളും, ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു ലജ്ജയുമില്ലാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Our Olympic medalists protest for days on the streets, begging to be heard, while their abuser is defended by the Prime Minister and his government. നമ്മുടെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ വനിതകൾ നിരത്തിൽ ദിവസങ്ങൾ ലൈംഗിക ആക്രമണം നേരിട്ടവർ അവർ പ്രതിഷേധിച്ചു. പക്ഷേ പ്രധാനമന്ത്രി അത് കേൾക്കാതെ അവരെ അധിക്ഷേപിച്ചവരെ, അവരെ ആക്ഷേപിച്ചവരെ സംരക്ഷിക്കുകയാണ്, അവരോട് അതിക്രമം കാട്ടിയവരെ സംരക്ഷിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. Women are molested and paraded naked before the entire nation in Manipur, and the government does nothing. ഇന്ത്യയിലെ സ്ത്രീകൾ മണിപ്പൂരിൽ അധിക്ഷേപിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് നഗ്നരായി ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവരെ പരേഡ് ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റ് ഒന്നും അവർക്ക് വേണ്ടി ചെയ്തില്ല. Instead, our Prime Minister tells us that he is fighting for the rights of women, and we are told to believe him. അതിനു പകരം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളോട് പറയുകയാണ് അദ്ദേഹം ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അത് നമ്മൾ വിശ്വസിക്കണമെന്നും അദ്ദേഹം നമ്മളോട് പറയുകയാണ്. This is the new India we are accepting today. ഇന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഇന്ത്യയാണ്. In this new nation, policies are made for the benefit of the Prime Minister's monopolist friends, as the masses are pushed into unemployment and poverty. ഈ രാജ്യത്തെ ഏറ്റവും അധികം വരുന്ന സാധാരണക്കാർ തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിയെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിലെ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ, പ്രധാനമന്ത്രിയുടെ കുത്തക മുതലാളിമാരായ ഏതാനും ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. Public assets that belong to the people of India, assets that were built by the sweat and toil of our people, are handed to the Prime Minister's billionaire friends, one after the other, with impunity. ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതു ആസ്തികൾ, ഇന്ത്യയിലെ ആസ്തികൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പും രക്തവും കൊണ്ടുണ്ടാക്കിയെടുത്ത ആസ്തികൾ പ്രധാനമന്ത്രിയുടെ കോടീശ്വരരായ സുഹൃത്തുക്കളുടെ കയ്യിലേക്ക് അവർ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Airports, ports, highways, vast tracts of public land, and whole sectors of industry like cement, power and coal are virtually controlled by just a handful of businessmen close to the Prime Minister. ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹൈവേ, അതുപോലെ ഒരുപാട് ഭൂമികൾ, ഈ രാജ്യത്തെ പല വ്യവസായങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയോട് അടുപ്പമുള്ളവരുടെ ഒരാളുടെ നിയന്ത്രണത്തിലാണ് ഈ രാജ്യത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Loans worth 16 lakh crore rupees are waived for these businessmen, while farmers, unable to afford their basic needs, commit suicide for a few thousand rupees they don't have the means to repay. കയ്യില് കുറച്ചായിരം രൂപ എടുക്കാൻ ആവശ്യമില്ലാതെ, കഴിയില്ലാതെ, പൈസ ഇല്ലാതെ ഈ രാജ്യത്തെ കർഷകർ ജീവൻ ഒടുക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ 16 ലക്ഷം കോടി രൂപ വരുന്ന പ്രധാനമന്ത്രിയുടെ ബിസിനസ് സുഹൃത്തുക്കളുടെ ലോണുകളാണ് ഈ രാജ്യത്ത് എഴുതി തള്ളിയത്. In this new nation, prices of basic commodities, petrol, diesel, gas cylinders, food, anything the ordinary citizen needs to manage his life, touch the sky, crushing his livelihood and reducing him to penury. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാത്തിന്റെയും, ആഹാരത്തിന്റെയും, ഇന്ധനത്തിന്റെയും, ഗ്യാസ് സിലിണ്ടറിന്റെയും എല്ലാം വില ആകാശം മുട്ട ഉയരുമ്പോൾ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലുമില്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. The common man struggles to support his family
as unemployment rates are the highest in 45 years. നമ്മുടെ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ള സാഹചര്യത്തിൽ സാധാരണ മനുഷ്യർ അവരുടെ കുടുംബവും ജീവിതവുമായി മുൻപോട്ട് പോകാൻ ഇവിടെ ബുദ്ധിമുട്ടുകയാണ്. Our growth rate falls from 7.5% to 5.9%. നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 7.5% നിന്നും 5.9% താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. Our national debt rises from 55 lakh crores to 205 lakh crores. നമ്മുടെ ദേശീയ കടം എന്ന് പറയുന്നത് 55 ലക്ഷം കോടി രൂപയിൽ നിന്നും 205 കോടി രൂപയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Our household savings drop drastically. നമ്മുടെ കുടുംബങ്ങളുടെ വീട്ടിലെ സമ്പാദ്യങ്ങൾ വളരെ അധികം താഴേക്ക് പോയിട്ടുണ്ട്. Yet we are fed false figures and we are told to celebrate our booming economy. ഈ സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് സത്യമല്ലാത്ത കണക്കുകൾ തന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആഘോഷിച്ചോളൂ, ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. In this new nation, when a pandemic strikes us, millions of migrant labor are thrown out of our cities on a day's notice. They are left to walk hundreds of kilometers towards their villages, risking death and disease with no support whatsoever. ഈ രാജ്യത്തൊരു വലിയ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ നമ്മുടെ ദശലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളെ അവരെ ഈ രാജ്യത്ത് ഒരു സംരക്ഷണവും ഗവൺമെന്റിന്റെ ഒരു പിന്തുണയും കൊടുക്കാതെ അവർ തൊഴിൽ ചെയ്തിരുന്ന സിറ്റികളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അവർ നടക്കുകയായിരുന്നു. പലപ്പോഴും അവർ മരണത്തെ അതിജീവിച്ചുകൊണ്ട്, രോഗത്തെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ ആ പകർച്ചവ്യാധി കാലത്ത് മുൻപോട്ട് പോയത്. The whole nation watches scenes that they will never forget. A woman dying of fatigue before her children's eyes, leaving them orphaned on a railway platform in Bihar. A young girl cycling for hundreds of kilometers, carrying her father on the back of the cycle. A man hoisting his parents on his back, walking barefoot in the heat towards his village. ആ കോവിഡിന്റെ കാലത്ത്, പകർച്ചവ്യാധിയുടെ കാലത്ത് ബീഹാറിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ തന്റെ മക്കളെ അനാഥരാക്കിക്കൊണ്ട് ക്ഷീണം കൊണ്ട് തകർന്നു വീണ് മരിച്ച ഒരു അമ്മയെ, തന്റെ പിതാവിന്റെ ശവം സൈക്കിളിന്റെ പുറകിൽ വെച്ചുകൊണ്ടുപോയ, മൃതശരീരം സൈക്കിളിന്റെ പിന്നിൽ വെച്ചുകൊണ്ടുപോയ ഒരു മനുഷ്യനെ, തന്റെ മാതാപിതാക്കളെ മുതുകിലേറ്റിക്കൊണ്ട് നടന്നുപോയ ഒരു ആൺകുട്ടിയെ, ഈ കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. The whole world watches dumbfounded as the Prime Minister and his government do nothing. This is the new India we are accepting today. പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ നിശബ്ദരായി നോക്കി നിന്നു. നമ്മൾ മുഴുവൻ നിശബ്ദരായി നോക്കി നിന്നു. ആ പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. In this new nation, corruption is institutionalized. ഈ പുതിയ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ്. The government passes an ordinance enabling electoral bonds so that political donations can be accepted anonymously from companies. കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അവരുടെ പേര് വിവരം വെളിപ്പെടുത്താതെ സംഭാവന നൽകുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾക്ക് വേണ്ടി, ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് നടപ്പിൽ വരുത്തി. It then coerces, harasses and raids companies to extort donations from them. One company's valuation is lower than the amount it donates to the ruling party. Others have cases opened against them before they make hefty donations, and suddenly their problems vanish. കമ്പനികളെ ഭീഷണിപ്പെടുത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്താണ് അവരിൽ നിന്ന് വലിയ വലിയ തുക സംഭാവനയായി ഗവൺമെന്റ് വാങ്ങുന്നത്. ഒരു കമ്പനി ഗവൺമെന്റ് നൽകിയ സംഭാവനയേക്കാൾ വളരെ കുറവായിരുന്നു ആ കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനികൾ വളരെയധികം വിലപിടിപ്പുള്ള, വളരെയധികം വലിയ വലിയ സംഭാവനകളാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഗവൺമെന്റിന് നൽകിയത്. Many appear to donate in exchange for business deals and contracts. The list is endless. When the courts force the government to disclose the list of donations, the Prime Minister and the entire nation's media lie to us, and they tell us that the whole scheme was made to ensure transparency in the first place, and we
are expected to believe them. പല കമ്പനികളും ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയതിന്റെ ഫലമായി അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ കരാറുകളും മറ്റും കിട്ടി. ഈ ആരാണ് സംഭാവന നൽകിയതെന്ന് വെളിപ്പെടുത്തിയ കോർട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നമ്മളോട് പറയുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഇതെല്ലാം സത്യമാണ്. രാഷ്ട്രീയത്തിൽ സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടി, രാഷ്ട്രീയത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നതെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. This is the new India we are accepting today. ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. In this new nation, institutions are brought to their knees, the judiciary is bullied, and those entrusted with the protection of our freedoms are made to fall silent. ഇന്നത്തെ രാജ്യത്തെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ മുട്ടിലിഴക്കുകയാണ്, ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങളെല്ലാം ഈ രാജ്യത്ത് നിശബ്ദമായി മാറിയിരിക്കുകയാണ്. Elected governments are bought and sold at the will of our Prime Minister. പ്രധാനമന്ത്രിയുടെ ഇഷ്ടം പോലെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ. Hundreds of crores are offered to elected representatives to switch sides as the media and other institutions egg them on. We are told this is the power of one man's rule and we bear it silently. This is the new India we are accepting today. ആയിരക്കണക്കിന് കോടികൾ രൂപ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പാർട്ടി മാറുന്നതിനും കൂറുമാറുന്നതിനും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീഡിയയും മറ്റും ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ, മാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയാണ്. നമ്മൾ ജീവിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. Today, people whisper among each other that it is better to keep their heads down and remain silent. ഈ പുതിയ ഇന്ത്യയിൽ ആളുകൾ പരസ്പരം മുറുമുറുക്കുകയാണ്, മന്ത്രിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തല കുനിച്ചു പിടിച്ച് നിശബ്ദരായിരിക്കുന്നതാണ് നല്ലത് എന്ന് ആളുകൾ പരസ്പരം പറയുകയാണ്. They ask themselves what would happen to them if they joined in the dissent. ഇതിനെതിരെയുള്ള വിയോജിപ്പിൽ, പ്രതിഷേധത്തിൽ ഞങ്ങൾ അണിചേർന്നാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് അവർ സ്വയം ചോദിക്കുകയാണ്. They excuse themselves by saying that there is no alternative. ഈ സാഹചര്യത്തിൽ ഈ പുതിയ ഇന്ത്യക്ക് മറ്റൊരു ബദലില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ അണിചേരുന്നതിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ ഒഴികഴിവ് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. But sometimes, my sisters and brothers, it takes the force of a storm rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations, for us to awaken from our complacency and gather the strength to protect the ideals we believe in. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീടിന്റെ കടുക്കോലുകൾ ഇളക്കി കഴിയുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം. നമ്മുടെ ഇളക്കി മറിക്കുന്ന, നമ്മുടെ വീടിനെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും, നമ്മുടെ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം. എല്ലാം ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ശക്തി നൽകുന്നതിന് ചില കൊടുങ്കാറ്റുകൾ അനിവാര്യമാണ്. Standing here 10 years into the rule of a racist, fascist and oppressive government, I have no hesitation in saying to you that we are at this moment in our nation's history standing in the eye of such a storm. ഇന്ന് 10 വർഷം റേസിസ്റ്റായ, വംശീയ വിദ്വേഷമുണ്ടാക്കുന്ന, ഫാസിസ്റ്റായ, അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണശേഷം ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ഇടയിലാണ് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. A storm that is wreaking havoc on the soul of India. ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെയാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. And I have no hesitation in saying to you that the time has come for each one of you to awaken. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേറ്റ് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. As the great American leader Dr. Martin Luther King once said, the time has come to ask yourselves, what will happen to you if you do not stand up for what is right today?
ഒരു മഹാനായ അമേരിക്കൻ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ അത് സ്വയം ചോദിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ശരിക്ക് വേണ്ടി ശരിയോടൊപ്പം നിൽക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം സ്വയം ചോദിക്കാനുള്ള സമയം ഇന്നായിരിക്കുകയാണ്. In the Srimad Bhagavad Gita, Lord Krishna taught us to set aside fear, greed and ego and embrace the way of love, compassion and humility. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഹംഭാവവും ദേഷ്യവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിനയത്തെ, അനുകമ്പയെ ഉൾക്കൊള്ളാൻ, ഭയമില്ലാതെ ജീവിക്കാൻ അദ്ദേഹം ഭഗവത്ഗീതയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. How can we watch in silence while our beloved country is overrun by the untamed ego, greed and ruthless arrogance of the BJP, its allies and its supreme leader? ബിജെപിയുടെ സഖ്യകക്ഷികളുടെയും ബിജെപിയുടെ പരമപ്രധാന നേതാവിന്റെയും അഹംഭാവം കൊണ്ട് നമ്മുടെ ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ അത്യാഗ്രഹം കൊണ്ട്, അവരുടെ വളർച്ചയിലുള്ള താല്പര്യം കൊണ്ട് ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിശബ്ദരായി നോക്കി നിൽക്കാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. How can we, the nation with the youngest population in the world, allow election after election to be decided on irrelevant and divisive issues rather than force our leaders to focus on the struggles, the needs and the aspirations of billions of Indians? ഈ രാജ്യത്ത്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇലക്ഷന് ശേഷം, ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പും രാജ്യത്തെ അപ്രസക്തമായ, രാജ്യത്തെ വിഭജിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് എങ്ങനെ അത് അനുവദിക്കാൻ സാധിക്കും? രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അപ്രസക്തമായ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. Brothers and sisters, there is a great battle taking place across our nation today. On one side stand those who want to distract you, divide you and use your power to fulfill their own greed. On the other side stand those who are begging you to unite, to focus on your own future and take your power back into your own hands. നമ്മുടെ രാജ്യത്തെ എൻ്റെ സഹോദരന്മാരെ, ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു മാറ്റാൻ, നിങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു വശത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. മറുവശത്ത്, ഈ വശത്ത് ഞങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇവരിൽ നിന്ന് നിങ്ങളുടെ ശക്തി തെരഞ്ഞെടുത്ത് തിരിച്ചു പിടിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ സൈഡിൽ നിന്ന്, ഈ മറുവശത്ത് നിന്ന് മറ്റു ശക്തിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. On one side stand the forces of this new version of India, and on the other stand those who fight for the India that was built from the toil of our people and the blood of our martyrs. ഒരു വശത്ത് നിൽക്കുന്നത് ഈ ഇന്ത്യയുടെ പുതിയ പതിപ്പിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരാണ്. മറുവശത്ത് നിൽക്കുന്നത് നമ്മുടെ രക്തസാക്ഷികളുടെ രക്തവും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തുണ്ടാക്കിയ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് മറുവശത്ത് ഈ യുദ്ധത്തിൽ നിൽക്കുന്നത്. In this land of Mahatma Gandhi and Sri Narayan Guruji, this land of the great people of Kerala that celebrate Vishu and Onam and Eid and Easter, this land of harmony and plurality, of equality and education, I implore you to recognize that this election is no mere election. ഈ രാജ്യത്ത്, മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെ രാജ്യത്ത്, വിഷുവും ഈസ്റ്ററും റംസാനും ഓണവും ഈദും എല്ലാം ആഘോഷിക്കുന്ന ഈ രാജ്യത്ത്, വൈവിധ്യങ്ങളുടെ രാജ്യത്ത്, ഈ സാഹോദര്യങ്ങളുടെ രാജ്യത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല. It is a fight for the soul of this great nation. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ്, ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. It is a fight for a democratic India that stood valiantly against tyranny and inequality. It is a fight for the freedom we once took for granted. It is a fight for hope. It is a fight for all that is right. ദുർഭരണത്തിനെതിരെ, സാമ്രാജ്യത്തിനെതിരെ, അസമത്വത്തിനെതിരെ പോരാടിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ ഒരിക്കൽ വളരെ പ്രാധാന്യം നൽകിയിട്ടില്ലാന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടമാണ്, നമ്മുടെ പ്രതീക്ഷകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. India does not need hatred and anger. It needs unity to survive. It needs love to hold its diverse cultures together.
It needs real progress permeating down to each citizen to fulfill the dreams of its millions of young men and women. It needs dissent and justice and equality, and it needs 1 billion voices to speak their own truths with freedom and fearlessness in order to stand among the great nations of the world and give its children the future they deserve. ഇന്ത്യക്ക് വേണ്ടത് വെറുപ്പും വിദ്വേഷവുമല്ല, ഇന്ത്യക്ക് വേണ്ടത് സ്നേഹമാണ്, മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന സ്നേഹമാണ്. ഇന്ത്യക്ക് വേണ്ടത് ഐക്യമാണ്. ഇന്ത്യക്ക് വേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ്, കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ്. ഈ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ, ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മുൻപോട്ട് പോകാൻ, ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് വേണ്ടത് ഇതൊക്കെയാണ്, മറിച്ച് വെറുപ്പും വിദ്വേഷവുമല്ല. So my sisters and brothers, as I stand before you today on our motherland, this land that all of us love so dearly, I want to remind you that you have an onerous responsibility towards your country today. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് നമുക്കെല്ലാം നൽകിയ നമ്മുടെ രാജ്യത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ഇന്ത്യയോട്, നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. The choice you make in a few days will determine which side will win this battle for India's soul. രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ്